ക്ഷണപ്രകാരം കേരളത്തിൽ നിന്നും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവായ ടി.എസ്. സജീവൻ. ആ ഒരു സന്തോഷത്തിലാണ് ടി.എസ്. സജീവൻ. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഈ ഒരു കൂടിക്കാഴ്ചയെ പറ്റി ആദ്യം അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു താങ്കളുടെ പ്രതികരണം? ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ആരാധ്യനായിട്ടുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുമായിട്ട്, നമ്മുടെ ഭാരതത്തിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയുമായിട്ട് നേരിട്ടൊരു ഡിന്നറിനും അതുപോലെ തന്നെ സംസാരിക്കാൻ ഒരു വേദി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്നത്തിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പാർട്ടി ഒരു തീരുമാനം അറിയിച്ചപ്പോൾ തന്നെ ഒരു സംശയത്തോടു കൂടിയാണ് ഞാനത് കേട്ടത്. പക്ഷേ അത് പാർട്ടി സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ വിളിക്കുകയും ഈ പരിപാടിയിൽ 100-ൽ താഴെ ആളുകളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്ന്. അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ ഡൽഹിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും താങ്കൾക്ക് ഇത് കിട്ടിയൊരു വലിയൊരു അവസരമാണ് എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 13-ാം തീയതി ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരാവുന്ന ഒരു സംവിധാനമാണ് പാർട്ടി ഒരുക്കിയിട്ടുള്ള. ഒരുപാട് സംവിധാനം നമുക്ക് കേന്ദ്ര ആരാധനയുള്ള നരേന്ദ്രമോദിയോടൊപ്പം തന്നെ അതുപോലെ തന്നെ നഗരകാര്യ മന്ത്രിയായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മളെ പൊതുവെ നഗരസഭാ പ്രദേശത്തും കേരളത്തെക്കുറിച്ചുള്ള വികസന പ്രവർത്തനത്തെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ടാവും. അങ്ങനെ നിരവധി ക്ലാസ്സുകളാണ് ഡൽഹിയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് എത്തിച്ചേർന്ന ജനപ്രതിനിധികൾക്ക് പാർട്ടി അവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ സംവിധാനങ്ങളൊക്കെ തന്നെ വരും കാലഘട്ടങ്ങളിൽ കൊടുങ്ങല്ലൂർ നഗരസഭയും കേരളത്തെയും ഗുണകരമാവും എന്നാണ് പറയാനുള്ളത്. കേരളത്തിൽ നിന്നും ഒരു പൊതുപ്രവർത്തകനായിട്ട് പ്രധാനമന്ത്രിയോട് സംവദിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അതുപോലെ തന്നെ എത്രത്തോളം ഉത്തരവാദിത്തം തോന്നുന്നുണ്ട്? തീർച്ചയായും വലിയൊരു സന്തോഷമാണ് ഈ കാര്യത്തിലുള്ളത്. നമുക്കറിയാം, ഏറ്റവും താഴെത്തട്ടിലുള്ള ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലുള്ള ജനപ്രതിനിധി എന്നുള്ള പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തുള്ള ഒരാൾ ശ്രീമാൻ നരേന്ദ്രമോദിയുമായി ഇങ്ങനൊരു സംവാദം കിട്ടുക എന്ന് പറഞ്ഞത് തന്നെ അതൊരു വലിയൊരു പുണ്യമായി കാണുന്നു. അതുപോലെ തന്നെ എൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരും എന്നിലർപ്പിച്ച വിശ്വാസത്തിനെ, അതുപോലെ തന്നെ എന്നോടൊപ്പം നിൽക്കുന്ന കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ 17 കൗൺസിലർമാരും ഉള്ള അവർക്കും കൂടി വേണ്ടിയാണ് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണാനുള്ളൊരു അവസരം എനിക്ക് പാർട്ടി ഒരുക്കി തന്നത്. ആ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രിയോട് സംവദിക്കുമ്പോൾ എന്ത് കാര്യം, അതായത് എന്ത് ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായും കൊടുങ്ങല്ലൂരിൻ്റെ ജനതയെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാടാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്കും ഉള്ളത്. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, കൊടുങ്ങല്ലൂർ അതിപുരാതനമായ ചരിത്ര പ്രധാനമുള്ള കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെ അതിപുരാതനമായിട്ടുള്ള ആദ്യത്തെ മുസ്ലിം ദേവാലയമായിട്ടുള്ള ചേരമാൻ ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ അതിപ്രധാനമായിട്ടുള്ള തിരുവഞ്ചിക്കുളം ക്ഷേത്രം, ടി.കെ. സൂര്യൻ ക്ഷേത്രം, അതുപോലെ തന്നെ തൊട്ട് പടിഞ്ഞാട്ട് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴീക്കോട് മാർത്തോമ പള്ളി ഉൾപ്പെടെ അതിപുരാതനവും ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ദേവാലയങ്ങളുള്ളൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ വലിയൊരു മുസ്ലിം പട്ടണം. നമുക്കറിയാം, മുൻപ് ഏറ്റവും കൂടുതൽ വിദേശത്ത് നിന്ന് ആളുകൾ വന്ന് ഇവിടെ പായ്ക്കപ്പലിൽ വന്നുകൊണ്ട് ഇവിടെ ബിസിനസ് നടത്തിയിട്ടുള്ള ഒരു പട്ടണമാണ് കൊടുങ്ങല്ലൂർ പട്ടണം. ആ പട്ടണത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കൊടുങ്ങല്ലൂരിൽ നേടിയെടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം, തീരദേശ റെയിൽവേ കാലങ്ങളായിട്ട് ഇവിടുത്തെ ജനതയുടെ ആവശ്യമാണ് തീരദേശ റെയിൽവേ എന്ന സ്വപ്നം. ആ സ്വപ്നത്തിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ആരാധ്യനായിട്ടുള്ള തൃശ്ശൂർ ജില്ലാ സൗത്ത് പ്രസിഡൻ്റായിട്ടുള്ള AR ശ്രീകുമാർജി, അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള ജിതേഷ് ജി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സമുന്നതരായിട്ട് നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ചന്ദ്രശേഖർജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായിട്ട് നിരവധി തവണ ഈ കാര്യത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തീരദേശ റെയിൽവേ കൊടുങ്ങല്ലൂർ കൂടി വരേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് അത് തന്നെയായിരിക്കും ഏറ്റവും മുൻതൂക്കം കൊടുത്ത് പ്രധാനമന്ത്രിയുമായിട്ട് സംവദിക്കാനുള്ള അവസരം കിട്ടുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഉന്നയിക്കുന്ന വിഷയം ഇത് തന്നെയായിരിക്കും. നമ്മുടെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അലട്ടുന്ന 2 വിഷയമാണ് കുടിവെള്ളവും ബൈപ്പാസും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായും ജനങ്ങളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊന്നാണ് കുടിവെള്ള വിഷയം. നമുക്കറിയാം, 40 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന കുടിവെള്ളത്തിൻ്റെ സംവിധാനമാണ് ഏകദേശം ചെറിയൊരു വാട്ടർ ടാങ്ക് പുല്ലൂറ്റുള്ളതിന് അതിനെ ആശ്രയിച്ചുകൊണ്ടാണ്
കൊടുങ്ങല്ലൂരിലെ ജനത നിന്ന് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള അമൃത് പദ്ധതിയിലൂടെ 5000-ൽ കൂടുതൽ കണക്ഷൻ, സൗജന്യ വാട്ടർ കണക്ഷൻ നമ്മൾ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കുടിവെള്ള സംവിധാനം നമുക്ക് ഉൽപ്പാദനം കൂട്ടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും പ്രാദേശിക കുടിവെള്ള സ്രോതസ്സ് നമുക്കറിയാം, പടാകുളം, അരാകുളം ഉൾപ്പെടെയുള്ള നിരവധി കുളങ്ങൾ, നല്ല കുടിവെള്ള സ്രോതസ്സായിട്ട് അല്ലെങ്കിൽ ശുദ്ധജലം ലഭിക്കുന്ന കുളങ്ങളുണ്ട്. ആ കുളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശിക കുടിവെള്ള പദ്ധതി, അമൃത് പദ്ധതി തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരം കുടിവെള്ള പദ്ധതി, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അത്തരം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനും കൂടി ഈ അവസരം നമ്മൾ വിനിയോഗിക്കും. നമുക്കറിയാം, കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജനതയുടെ ഒരു ആഗ്രഹമാണ് CH ജംഗ്ഷനിൻ്റെ അവിടെ ഒരു അണ്ടർപാസ് വേണമെന്നുള്ളത്. നിരവധി മാസങ്ങളായിട്ട് അവിടെ ഒരു സമരപുറത്താണ് അവിടുത്തെ ജനങ്ങൾ. അത് മനസ്സിലായിക്കൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കേന്ദ്ര സർക്കാർ നിരവധി അപേക്ഷകളും പരാതികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മളെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർജി സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നമ്മളെ ആരാധനയുള്ള മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് ജിയുടെ നേതൃത്വത്തിലും ഈ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടുകൊണ്ട് അതിനുള്ള നിവേദനം കൊടുക്കുകയും സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കൃഷ്ണദാസേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് പോയി കണ്ട് നിതിൻ ഗഡ്കരിയുമായിട്ട്, ആരാധനയുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കണ്ട് സംസാരിക്കുകയും ഈ അണ്ടർപാസ് ഇവിടെ അനുവദിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ കുറച്ച് പേപ്പർ വർക്കുകൾ മാത്രമായിരിക്കുള്ളൂ അതിന് ബാക്കി തീരാനുള്ളതെന്ന് മനസ്സിലാക്കാൻ എന്തായാലും ലഭിക്കും എന്നതിനുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത്. അവസരം കിട്ടുകയാണെങ്കിൽ ഈ വിഷയവും നമ്മൾ ചോദിക്കാനായിട്ട് ആരാധനയുള്ള നരേന്ദ്രമോദിനോട് ചോദിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് വിനിയോഗിക്കാനുള്ള ശ്രമം നടത്തും എന്ന് തന്നെയാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്.